ഇതുപോലെ DCC ഭരിക്കാൻ ഒരു പുരുഷനും കഴിയില്ല, ഒരു സ്ത്രീക്കും കഴിയില്ല. അത്ര നല്ല DCC പ്രസിഡന്റാണ്. പിന്നെ ഇവിടെ തല്ല് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ കയറി വരുമ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് എന്നതുപോലെയാണ് DCCയിലുണ്ടായ തല്ലായാലും കൂട്ടത്തല്ലായാലും അങ്ങോട്ട് പോയിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല, ഇങ്ങോട്ട് വന്നിട്ടുണ്ടാക്കിയിട്ടുള്ള തല്ലാണ്. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസേട്ടൻ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം സ്ഥാനാർത്ഥി അന്നത്തെ ദിവസം വന്നും കൊണ്ട് ജനങ്ങളെ രത്തിക്ക് ചെല്ലാണ്. ആ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന രീതിയിലുണ്ട് ഇല്ലേ ഒരു വോട്ട് കിട്ടല്. അതുപോലെയല്ല വെറുതെ ചെല്ലുക, കാണിക്കുക, പോരുക, വോട്ടിന്റെ തൊട്ടരത്ത് പ്രത്യക്ഷപ്പെടുക. പിന്നെ എങ്ങനെ വിജയിക്കുന്ന പറയണ്? നിരപരാധിയായ ജോസേട്ടനെ എന്തിനിതിലേക്ക് വലിച്ചിട്ടു? ഇതുപോലൊരു DCC പ്രസിഡന്റിന് ഉണ്ടാവില്ല. അത്ര നല്ല DCC പ്രസിഡന്റ് ആയിരുന്നു. ആ DCC പ്രസിഡന്റിന് നിസ്സാര കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് തോൽക്കല് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. അത് DCC പ്രസിഡന്റിന്റെ തലയിലേക്ക് ഇടുന്നത് ശരിയായ കാര്യമല്ല. ഇന്നും വരെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു തെറ്റായ കാര്യം ചെയ്യാൻ ഈ DCC പ്രസിഡന്റ് മുന്നിട്ടിറങ്ങിയിട്ടില്ല, ചെയ്തിട്ടുമില്ല. അത്രയും നല്ല DCC പ്രസിഡന്റ് ഇറങ്ങിപ്പോകുമ്പോ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. ഇനി ഇതുപോലെ DCC ഭരിക്കാൻ ഇതേപോലത്തെ ഒരു വ്യക്തിയെ കിട്ടും. തൃശ്ശൂർ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് രാജി പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാജിവെക്കാണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആർക്കും അത്രയധികം ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തിയാണ്. മുരളിയേട്ടൻ തോറ്റേന്റെ ഉത്തരവാദിത്തം എന്തിനു ജോസേട്ടൻ ഏൽക്കുന്നു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്തിനു ജോസേട്ടൻ ഏൽക്കുന്നു? പല തോൽവികളും സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങള് പ്രവർത്തകരെ രാജിവെക്കാൻ ആള് സമ്മതിക്കില്ല. ആള് ഞങ്ങൾക്ക് ഇപ്പോഴും തന്ന നിർദ്ദേശം ശക്തമായി നിങ്ങൾ പാർട്ടിയിൽ മുന്നിട്ടിറങ്ങണം, ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ആൾ ഒരിക്കലും നമ്മളെ പാർട്ടിയിൽ നിന്ന് പിന്നോട്ട് പോവാൻ അനുവദിക്കുന്ന ഒരു വ്യക്തിയല്ല.